Hello friends, Technique in Malayalam channel ലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു തകർപ്പൻ സ്മാർട്ട്ഫോണിന്റെ അൺബോക്സിംഗ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. മലയാളികൾക്കായി കേരളത്തിലെ ഗെയിമേഴ്സിനായി നമ്മൾ എക്സ്ക്ലൂസീവായി മലയാളത്തിൽ അൺബോക്സ് ചെയ്യാൻ പോകുകയാണ്. ASUSന്റെ ഏറ്റവും പുതിയ ഗെയിമിംഗ് സ്മാർട്ട്ഫോണായ ASUS ROG Phone 3. ഇതാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഗെയിമേഴ്സിന് തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കുന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരിക്കും ROG സീരീസ്, അതായത് റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് ആണ് ഇതിൻ്റെ പേര്. അപ്പോൾ റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് എന്ന് പറഞ്ഞാൽ ASUSന്റെ ഒരു ഗെയിമിംഗ് സെൻട്രിക് ഡിവൈസസിന് പറയുന്ന പേരാണ് റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സ് ROG. അപ്പോൾ ROGയിൽ ഒരുപാട് ലാപ്ടോപ്സ് ഉണ്ട്, സ്മാർട്ട് ഫോൺസ് ഉണ്ട്. അപ്പോൾ കഴിഞ്ഞ വർഷം ഇന്ത്യയിൽ ASUS ഇറക്കിയ ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു ROG Phone 2. അതിലൊരു കിഡിലൻ സ്പെക്സ് ആയിരുന്നു വന്നത്. 120 Hz റിഫ്രഷ് റേറ്റ് ഒക്കെ വന്ന ഒരു സ്മാർട്ട് ഫോൺ ആയിരുന്നു ROG Phone 2. അപ്പോൾ ഇത്തവണ ROG Phone 3യിൽ ASUS അതിലെല്ലാം തന്നെ കടത്തി വെട്ടി 144 Hz റിഫ്രഷ് റേറ്റ് ആണ് ഡിസ്പ്ലേയിൽ കൊടുത്തിട്ടുള്ളത്. അതേപോലെ തന്നെ തകർപ്പൻ ഹാർഡ്വെയർ, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 855 പ്ലസ് ഒക്ടോകോ പ്രോസസ്സറും 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് മലയാളത്തിൽ ആദ്യമായി ROG Phone 3. അപ്പോൾ നമ്മൾ അൺബോക്സിങ്ങിലേക്ക് കിടക്കാം. അപ്പോൾ ഇതാണ് ROG Phone 3ൻ്റെ ബോക്സ്. ഞാൻ നേരത്തെ കാണിച്ച പോലെ ROG Phone 3 എന്ന് എഴുതി കാണാം. പിന്നെ ബോക്സിൻ്റെ ബാക്ക് പാനലിൽ കാര്യമായി ഒന്നും തന്നെ എഴുതിയിട്ടില്ല. സ്പെസിഫിക്കേഷൻ കൊടുത്തിട്ടുണ്ട് 8GB റാമാണ്. ഇത് രണ്ട് വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 8GB റാമും 12GB റാമുമാണ്. 6.59 ഇഞ്ചസ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ, 24 മെഗാപിക്സൽ സെൽഫി ക്യാമറ, 64 മെഗാപിക്സൽ പ്രൈമറി ക്യാമറ, ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 865 പ്ലസ് ഒക്ടോകോ പ്രോസസ്സറാണ്. അത് ക്ലോക്ക് സ്പീഡ് ഇൻക്രീസ്ഡ് ആണ്. പിന്നെ 5G സപ്പോർട്ട് ഉണ്ട്. ഡ്യുവൽ സിം കാർഡാണ് വരുന്നത്. പിന്നെ ഇതിനകത്ത് വേറെ കാര്യങ്ങൾ പറയാവുന്നുള്ളത് എന്താ വെച്ചാൽ ഇതിൻ്റെ സാർ വാല്യൂ ഇൻട്രസ്റ്റഡ് ആയിരിക്കും 0.736 ആണ് ഹെഡ് സാർ, ബോഡി സാർ 1.49 ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് അൺബോക്സിങ് തുടങ്ങാം. അപ്പോൾ ഇതാണ് ബോക്സ് പാക്കേജ്. അപ്പോൾ തുറക്കുമ്പോൾ തന്നെ നമുക്ക് ആദ്യം കാണുന്നത് ഫോർ ദോസ് ഹൂ ഡെയർ എന്ന് പറഞ്ഞ ഒരു ക്യാപ്ഷനാണ്. അപ്പോൾ ഇതിനകത്ത് എന്താ നോക്കാം. ഇതിനകത്ത് വരുന്നത് ഒരു സിം ഇജക്റ്റർ പിന്നാണ്. അതുകൂടാണ്ട് തന്നെ ഒരു കേസും കാണാം. നമുക്ക് ഒരു നല്ലൊരു കേസാണ്. കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ ഒരു കേസാണ്. ഇവിടെ കണ്ടില്ലേ, റിപ്പബ്ലിക് ഓഫ് ഗെയിമേഴ്സിൻ്റെ ടാഗുള്ള ഒരു കേസാണ്. പിന്നെ കുറച്ച് സ്റ്റിക്കേഴ്സാണ് ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ മാനുവൽ ആൻഡ് വാറൻറ്റി ഇൻഫർമേഷനാണ് വരുന്നത്. പിന്നെ നമുക്ക് കിട്ടുന്നത് ഫോണാണ്. അപ്പോൾ ഫോൺ ബൂട്ട് ചെയ്യുന്നതിന് മുമ്പ് ആദ്യം നമുക്ക് ബാക്കി എന്തൊക്കെ വരുന്നത് നോക്കാം. അപ്പോൾ ഇതിനകത്ത് വരുന്ന ഒരു അഡാപ്റ്ററാണ്. ഇതിനകത്ത് 3.5mm ഓഡിയോ ജാക്ക് ഇല്ല. അതിനുവേണ്ടി ഇതിനകത്തൊരു USB Type-C to 3.5mm ഓഡിയോ കൺവേർട്ടർ കൊടുത്തിട്ടുണ്ട്. ഓഡിയോ ജാക്ക് ഇതിനകത്ത് വരുന്നില്ല. പിന്നെ ഒരു കേബിളാണ്, സാധാരണ Type-C ചാർജിങ് കേബിളാണ്. പിന്നെ വരുന്നത് ഒരു അഡാപ്റ്ററാണ്. ഇത് 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ കഴിഞ്ഞ വർഷം 18 വാട്ടായിരുന്നു, ഈ തവണ 30 വാട്ടിലേക്ക് ഇമ്പ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതാണ് ചാർജിങ്. അപ്പോൾ ഇത്രയാണ് ബോക്സിൽ വരുന്നത്. നമുക്ക് ഡിവൈസ് ഒന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഫോൺ ബൂട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് ASUSന്റെ ROG Phone 3. അപ്പോൾ നമുക്ക് കാണാം ഇതിനകത്ത് വരുന്നത് 6.59 ഇഞ്ചസ് ഫുൾ HD റെസൊല്യൂഷൻ ഡിസ്പ്ലേ ആണ്. ഇതൊരു HDR10+ എനേബിൾഡ് ഡിസ്പ്ലേ ആണ്. അതുപോലെ തന്നെ ഇതിനകത്ത് മാക്സിമം 100 nits ഓഫ് ബ്രൈറ്റ്നസ് വരെ സപ്പോർട്ട് ചെയ്യും. ഒരു AMOLED പാനലാണ് വരുന്നത്. അതേപോലെ തന്നെ Gorilla Glass 6 ഉണ്ട്. 144 Hz റിഫ്രഷ് റേറ്റ് ആണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതാണ് ഇതിൻ്റെ ഡിസ്പ്ലേൻ്റെ കാര്യം. അപ്പോൾ ഡിസ്പ്ലേൻ്റെ കാര്യം പറയുന്നത് വളരെ മികച്ചൊരു ഡിസ്പ്ലേ പാനലാണ്. നിങ്ങൾക്ക് കാണാം വളരെ സ്മൂത്താണ്. നിങ്ങൾക്ക് യൂസ് ചെയ്താൽ മാത്രമേ അത് ആക്ച്വലി മനസ്സിലാവുള്ളൂ. വളരെ സ്മൂത്ത് ഡിസ്പ്ലേ ആണ് വരുന്നത്. അതേപോലെ തന്നെ നല്ല കളേഴ്സും നല്ല വൈബ്രൻറ്റ് ഡിസ്പ്ലേ ആണ് നമുക്ക് പറയാൻ സാധിക്കും. പിന്നെ മുകളിലും താഴെയും ഡുവൽ ഫയറിംഗ് സ്പീക്കേഴ്സാണ് വരുന്നത്. ഇതിനകത്തും ഓഡിയോ ഹൈ റെസൊല്യൂഷൻ ഓഡിയോ സപ്പോർട്ട് വരെ ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ ഓഡിയോ ക്വാളിറ്റിയും വളരെ മികച്ച ഓഡിയോ ക്വാളിറ്റിയാണ് വരുന്നത്. പിന്നെ റൈറ്റ് സൈഡിൽ നമുക്ക് വോളിയം കീസും പവർ ബട്ടനുമാണ് വരുന്നത്. പിന്നെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് സിം ട്രേ. ഇതിനകത്ത് 2 സിം കാർഡ് സ്ലോട്ട് മാത്രമേ ഉള്ളൂ. SD കാർഡ് സപ്പോർട്ട് ഇല്ല. അതേപോലെ തന്നെ രണ്ടും നാനോ സിം കാർഡാണ് സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ 2 സിം കാർഡ് സ്ലോട്ടാണ് വരുന്നത്. ഇത് ആക്ച്വലി ഒരു ചാർജിങ് പോർട്ടാണ്, ഗെയിമേഴ്സിന് വേണ്ടിയിട്ടുള്ള ചാർജിങ്ങും. പിന്നെ അതേപോലെ തന്നെ ഇതിൻ്റെ ആക്സസറീസ് കണക്ട് ചെയ്യാനുള്ള കൂളിംഗ് ആക്സസറീസൊക്കെ കണക്ട് ചെയ്യാനുള്ള ഒരു പോർട്ടാണ്. താഴത്ത് ഒരു USB Type-C ചാർജിങ് പോർട്ട് ഉണ്ട്. ഇതാണ് പ്രോപ്പർ ചാർജിങ് പോർട്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3.5mm ഓഡിയോ ജാക്കും ഇല്ല. അതേപോലെ തന്നെ SD കാർഡ് സപ്പോർട്ടും ഇല്ല. 2 വേരിയൻ്റാണ് അവൈലബിൾ ആവുന്നത്. 128GB ഓഫ് ഇൻറ്റേർണൽ സ്റ്റോറേജും 256GB ഓഫ് ഇൻറ്റേർണൽ സ്റ്റോറേജുമാണ് വരുന്നത്. ഇനി ബാക്ക് പാനൽ നോക്കുകയാണെങ്കിൽ നമുക്ക് കാണാം ഇവിടെ ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. 64 മെഗാപിക്സൽ പ്രൈമറി സോണി IMX686 സെൻസറാണ്. ഒരു 13 മെഗാപിക്സൽ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും പിന്നെ ഒരു 2 മെഗാപിക്സൽ ഡെപ്ത് സെൻസറുമാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ. അപ്പോൾ നല്ലൊരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് വരുന്നത്. പിന്നെ LED ഫ്ലാഷും RGB ലൈറ്റിംഗ് ആണ്. അപ്പോൾ ഇത് RGB ലൈറ്റിംഗ് ആണ്. RGB ലൈറ്റിങ്ങിനെ കുറിച്ച് ഞാൻ വീണ്ടും പറയുകയാണ്. പിന്നെ നല്ലൊരു സ്റ്റൈലിഷ് ലുക്കൊക്കെയാണ് കൊടുത്തിരിക്കുന്നത്. ഫുൾ ഗ്ലാസ് ഫിനിഷാണ്. അപ്പോൾ നമുക്ക് ഡിസ്പ്ലേയുടെ കാര്യം പറഞ്ഞ് നമ്മൾ അടുത്ത് ഇതിനകത്ത് നമുക്ക് എക്സ് മോഡ്, അതായത് ഗെയിമിംഗ് മോഡിന് എക്സ് മോഡ് കാണാം. കണ്ടില്ലേ, ഒരു ആനിമേഷൻ കണ്ടില്ലേ എക്സ് മോഡിലേക്ക് പോകാനുള്ള.
വളരെ ഒരു നല്ല രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് സോഫ്റ്റ്വെയർ വരുന്നത് Android 10 ആണ്, ROG UI ആണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാം എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇൻക്ലൂഡഡ് ആണ്. പിന്നെ അഡീഷണൽ ഫീച്ചേഴ്സും നമുക്കുണ്ട്. ഇവിടെ അഡ്വാൻസ്ഡിൽ പോയി കഴിഞ്ഞാൽ ഗെയിം ജീനി, ട്വിൻ ആപ്സ്, സേഫ് ഗാർഡ്, ഒപ്റ്റിഫ്ലെക്സ്, ജെസ്റ്റേഴ്സ്, എയർ ട്രിഗേഴ്സ് ഉണ്ട്. എയർ ട്രിഗേഴ്സ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് 2 അൾട്രാ സോണിക് സെൻസറാണ് വരുന്നത്. അപ്പോൾ ഇതിനകത്ത് പഴയ മാതിരിയല്ല, പണ്ട് 2 മേജർ ഫംഗ്ഷൻസേ ഉള്ളൂ. ഇത്തവണ നമുക്കത് 4 ആക്കി ഇൻക്രീസ് ചെയ്യാം. അപ്പോൾ ഇതിൻ്റെ ഗെയിമിംഗ് വീഡിയോ ചെയ്യുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ചെല്ലാം പറയുന്നതാണ്. അപ്പോൾ എയർ ട്രിഗേഴ്സ് നമുക്കിവിടെ കസ്റ്റമൈസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ എയർ ട്രിഗേഴ്സിൻ്റെ ഫംഗ്ഷനാലിറ്റി ഇത്തവണ ഇംപ്രൂവ്ഡ് ആണ്. അപ്പോൾ ഇവിടെയാണ് 2 എയർ ട്രിഗേഴ്സ് വരുന്നത്. അപ്പോൾ നമുക്ക് സ്പ്ലിറ്റ് ചെയ്ത് 4 ആക്കാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ അതെല്ലാം നമ്മൾ ഗെയിമിംഗ് വീഡിയോയിൽ വിശദമായി പറയുന്നതാണ്. ഗെയിമിംഗ് വീഡിയോ നമ്മൾ ഉടൻ തന്നെ പുറത്ത് ഇടുന്നതാണ്. പക്ഷേ അത് ഇപ്പോൾ ആസ് ഓഫ് നൗ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല, കാരണം എംബാർഗോയിലാണ്. എംബാർഗോ എന്ന് വെച്ചാൽ ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കാൻ പാടില്ല, കാരണം ഇതിൻ്റെ സോഫ്റ്റ്വെയർ വേർഷൻ ഫൈനലായിട്ടില്ല. സോഫ്റ്റ്വെയർ വേർഷൻ ഫൈനലായി കഴിഞ്ഞാൽ നമുക്ക് അതിനെക്കുറിച്ച് പറയാൻ പറ്റില്ല. അപ്പോൾ അപ്ഡേറ്റ് ഉടൻ തന്നെ വരുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനെക്കുറിച്ചോ ഗെയിമിങ്ങിനെ കുറിച്ചോ ഒന്നും പറയാൻ പാടില്ല ഈ വീഡിയോയിൽ. ജസ്റ്റ് ഒരു അൺബോക്സിങ് മാത്രമാണ്. ഗെയിമിംഗ് വീഡിയോ തീർച്ചയായിട്ടും ഞാൻ സെപ്പറേറ്റ് ആയി ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. ഇനി ഇതിനകത്ത് നമുക്ക് RGB ലൈറ്റ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. ഇവിടെ പോയിട്ട് സിസ്റ്റം ലൈറ്റിംഗ്, ഓറ ലൈറ്റിംഗ് പോയി കഴിഞ്ഞാൽ നമുക്ക് കാണാം ഓറ ലൈറ്റിംഗ് ഉണ്ടോ. അപ്പോൾ ഇത് നമുക്ക് കസ്റ്റമൈസ് ചെയ്യാം. ആക്ച്വലി ഇവിടെ പോയി കഴിഞ്ഞാൽ എഡിറ്റ് ലൈറ്റിംഗ് കൊടുത്താൽ നമുക്ക് ഡിഫറെൻറ്റ് ലൈറ്റിംഗ് കൊടുക്കാം. കണ്ടില്ലേ, റെഡ്, അങ്ങനെ പല കളേഴ്സിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് ഏത് കളറാണ് വേണ്ടതെന്നുള്ളത് അതിനനുസരിച്ച് നമുക്കിവിടെ സെലക്ട് ചെയ്താൽ മതി. കളേഴ്സ് അതിനനുസരിച്ച് നമുക്കിവിടെ വരുന്നതാണ്. പിന്നെ അതേപോലെ തന്നെ നമുക്ക് ഇതിൻ്റെ റേറ്റ് നമുക്കറിയാൻ പറ്റും. ഇവിടെ കണ്ടില്ലേ, ഇപ്പോൾ റേറ്റ് മീഡിയം ആണോ സ്ലോ ആണോ, അതായത് എങ്ങനെ പോകണം എന്നുള്ള എല്ലാം റേറ്റ് എല്ലാം ഇതിനകത്ത് നമുക്ക് സെറ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ കണ്ടില്ലേ ബ്രീത്തിങ് ലൈറ്റ് കണ്ടോ, ഇതാണ് ബ്രീത്തിങ് ലൈറ്റ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ കോൺഫിഗർ ചെയ്യാം. അപ്പോൾ ഇത് എങ്ങനെ വേണം എന്നൊക്കെ ഉള്ളത് നമുക്ക് ആലോചിക്കാവുന്നതാണ്. ഇവിടെ വെച്ച് ഇത് കണ്ടോ, ഇപ്പോൾ ഗ്രീൻ ആയത് കണ്ടില്ലേ. അപ്പോൾ അതിനകത്ത് കോൺഫിഗർ ചെയ്യാവുന്നതാണ്. അതാണ് എക്സ് മോഡിലെ സിസ്റ്റം ലൈറ്റിംഗ്. പിന്നെ നമുക്ക് ഏതിനൊക്കെ ലൈറ്റ് വേണം എന്നുള്ളത് കോൺഫിഗർ ചെയ്യാം. ബൂട്ടപ്പിന് വേണോ, ഇൻകമിങ് കോളിന് വേണോ, മ്യൂസിക്കിന് വേണോ, നോട്ടിഫിക്കേഷന് വേണോ, അങ്ങനെ എല്ലാം തന്നെ നമുക്കിവിടെ കോൺഫിഗർ ചെയ്യാനുള്ള ഓപ്ഷനും ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് സിസ്റ്റം ലൈറ്റിംഗ് എന്ന് പറയാവുന്നത്. ഇനി ഇതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ എയർ ട്രിഗേഴ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഗെയിമിങ്ങിന് ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടാണ് ഇത് ഡിസൈൻ ചെയ്തിട്ട് തന്നെ ഉള്ളത്. അതേപോലെ തന്നെ തെർമൽസും ഇത് ഹീറ്റ് ആവാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കൂളിംഗ് ടെക്നോളജി എല്ലാം തന്നെ വേപ്പർ ചേമ്പർ കൂളിംഗ് ടെക്നോളജിയാണ്. അതൊക്കെ തന്നെ വളരെ ഇംപ്രൂവ്ഡ് ആയിട്ടാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിനകത്ത് ക്വാൾകോമിൻ്റെ സ്നാപ്ഡ്രാഗൺ 865+ ഒക്ടോകോർ പ്രോസസ്സറാണ്. ഇത് 3.1 GHz വരെ സപ്പോർട്ട് ചെയ്യുന്നതാണ് ഒക്ടോകോർ പ്രോസസ്സർ. 8 GB ഓഫ് റാമും 12 GB ഓഫ് റാമാണ് വരുന്നത്. നമ്മുടെ കയ്യിലുള്ളത് 8 GB ഓഫ് റാമാണ്. ഇനി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ Android 10 ആണ്, ROG UI ആണ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളത്. ഇനി ക്യാമറേൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഇതിനകത്ത് ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ്. സോണി IMX686 സെൻസറാണ് വരുന്നത്. അതേപോലെ തന്നെ അൾട്രാ വൈഡ് ആംഗിൾ ക്യാമറയും മാക്രോ സെൻസറാണ് വരുന്നത്. ഒരു ട്രിപ്പിൾ ക്യാമറ സെറ്റപ്പാണ് ഇതിനകത്ത് കൊടുത്തിട്ടുള്ളത്. ക്യാമറ UI നോക്കുകയാണെങ്കിൽ അത്യാവശ്യം വലിയ വ്യത്യാസങ്ങളൊന്നും തന്നെ ഇല്ല. ഓൾമോസ്റ്റ് സെയിം UI ആണ്. 4K വീഡിയോ റെക്കോർഡിങ്ങും അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും തന്നെ ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. അപ്പോൾ നമുക്ക് കുറച്ച് ക്യാമറ സാമ്പിൾസ് കാണാം. അപ്പോൾ ഇതൊക്കെയാണ് ROG Phone 3 എടുത്ത ക്യാമറ സാമ്പിൾസ്. നമ്മൾ ഡീറ്റെയിൽഡായി ക്യാമറ റിവ്യൂ നമ്മൾ പിന്നീട് പോസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ ദാറ്റ്. പിന്നെ ഇതിനകത്ത് വേറൊരു ഇമ്പോർട്ടൻറ്റ് ആസ്പെക്ട് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ആണ്. അത് നമുക്ക് ഡിസ്പ്ലേ പോയി കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ റിഫ്രഷ് റേറ്റ് ചേഞ്ച് ആവുന്നതാണ്. നിങ്ങൾ കണ്ടില്ലേ, 144 Hz ആണ് റിഫ്രഷ് റേറ്റ് വരുന്നത്. അപ്പോൾ ഇത്രയും റിഫ്രഷ് റേറ്റുള്ള വേറെ ഫോൺ ഇന്ത്യയിൽ ഇപ്പോൾ ആക്ച്വലി ഇല്ല. പിന്നെ 120 Hz, 90 Hz, 60 Hz ആണ് വരുന്നത്. അപ്പോൾ അങ്ങനെ 4 ഓപ്ഷൻസാണ് വരുന്നത്. അല്ലെങ്കിൽ ഓട്ടോ റിഫ്രഷ് റേറ്റ് ഇല്ല, ഓട്ടോമാറ്റിക്കലി റിഫ്രഷ് റേറ്റ് അഡ്ജസ്റ്റ് ചെയ്യുന്നതാണ്. അപ്പോൾ ബാറ്ററി ഡ്രെയിനൊക്കെ കൂടുതലുണ്ടെങ്കിൽ നിങ്ങൾക്ക് 60 Hz പോകാം. അപ്പോൾ വെറും ബേസിക് ഓപ്ഷൻസേ വരുന്നുള്ളൂ. അപ്പോൾ അത് നിങ്ങളുടെ ഇഷ്ടമാണ് എങ്ങനെ കോൺഫിഗർ ചെയ്യുന്നത്. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ബാറ്ററി വരും. 6000 mAh കപ്പാസിറ്റി ബാറ്ററിയാണ് വരുന്നത്. 30 വാട്ട് ഫാസ്റ്റ് ചാർജിങ് ആണ് വരുന്നത്. അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ഹൈ കപ്പാസിറ്റി ബാറ്ററിയാണ്. വളരെ നല്ല മികച്ച ബാറ്ററി പെർഫോമൻസ് കിട്ടുന്നുള്ളതിൽ ഒരു സംശയമില്ല. കാരണം ROG Phone 2ലും ഇതേപോലെ തന്നെയായിരുന്നു ബാറ്ററി കൊടുത്തിരുന്നത്. പിന്നെ ഇതിനകത്ത് ഡിസൈൻ ചേഞ്ച് എന്ന് പറഞ്ഞാൽ വലിയ ചേഞ്ചൊന്നും വന്നിട്ടില്ല, എങ്കിലും ചെറിയ മാറ്റങ്ങളൊക്കെ തന്നെ വന്നിട്ടുണ്ട്. ROG Phone 2 ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കാണാം ROG Phone 2ഉം ROG Phone 3 ആണ് നമ്മൾ സൈഡ് ബൈ സൈഡ് കാണുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ചെറിയ ചേഞ്ചസ് എല്ലാം തന്നെ വന്നിട്ടുണ്ട്. ഡീറ്റെയിലായി നമ്മൾ ടെസ്റ്റ് ചെയ്താലേ നമുക്ക് ഇതിൻ്റെ കാര്യങ്ങൾ പറയാൻ പറ്റും. പിന്നെ അതേപോലെ തന്നെ ഇതിനകത്ത് കുറേ അഡീഷണൽ ആക്സസറീസ് ഇൻക്ലൂഡഡ് ആണ്. ഗെയിം കൺട്രോളർ, അതേപോലെ കൂളിംഗ് പാഡ്,
കേസ്, അങ്ങനെ ബമ്പർ കേസ് എല്ലാം തന്നെ കുനായി 3ൻ്റെ ഗെയിമിംഗ് പാഡും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ ഇതിനകത്ത് ബോക്സിനകത്ത് വരുന്നില്ല, പക്ഷേ ഇതിനകത്ത് നമുക്ക് ആക്സസറി ആയിട്ട് മേടിക്കാൻ സാധിക്കും. അതെല്ലാം തന്നെ ASUSൻ്റെ സൈറ്റിൽ പോയി കഴിഞ്ഞാൽ ഡീറ്റെയിൽസ് അറിയാൻ പറ്റും നമുക്ക്. അപ്പോൾ നമ്മുടെ കയ്യിൽ അതില്ലാത്തതുകൊണ്ട് നമ്മൾ അതിനെക്കുറിച്ച് വിശദമായി പറയുന്നില്ല, കാരണം അത് ആക്സസറീസ് ഒന്നും തന്നെ നമുക്ക് ഷെയർ ചെയ്തിട്ടില്ല. അപ്പോൾ ഇതായിരുന്നു ASUS ROG Phone 3ൻ്റെ അൺബോക്സിങ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നായിരിക്കുന്നു. കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനൊപ്പം തന്നെ ആ ബെല്ലൈക്കൻ കൂടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ ലഭിക്കുന്നതാണ്. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്. ഹോപ്പ് ടു സീ ഇൻ അവർ നെക്സ്റ്റ് വീഡിയോ. ഹാവ് എ ഗ്രേറ്റ് ഡേ.